Hi friends, welcome to my class. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. ഓക്കെ, സോ നമ്മൾ ഈ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് നോക്കുന്നത്? ഇൻട്രൊഡക്ഷൻ ടു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ്, ദെൻ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് റോഡ്സ് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്, ദെൻ റിക്വയർമെന്റ് ആൻഡ് ഫാക്ടേഴ്സ് കൺട്രോളിംഗ് അലൈൻമെന്റ് ഓഫ് റോഡ്സ്, ദെൻ എഞ്ചിനീയറിംഗ് സർവേ ഫോർ ഹൈവേ ലൊക്കേഷൻ, then introduction to geometric design of highways, then design control and criteria and design of highway cross section elements. So ഇത്രയും ടോപ്പിക് ആണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു സിവിൽ എഞ്ചിനീയറിംഗിൽ എന്തൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നത്? സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വരും, ഓക്കെ, സ്ട്രക്ചറൽ ഫീൽഡ് വരും, ദെൻ ജിയോ ടെക്നിക്കൽ വരും, ദെൻ പിന്നെ എന്താണ് വരുന്നത്? ട്രാൻസ്പോർട്ടേഷൻ, ഓക്കെ, then water resources, environmental, then construction planning and management. Okay, ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, then എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്? ഓക്കെ, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ എന്താണ് നോക്കുന്നത്? പ്ലാനിങ്, കൺസ്ട്രക്ഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. സോ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിന്റെ പ്ലാനിങ്, കൺസ്ട്രക്ഷൻ, അതിന്റെ മാനേജ്മെന്റ് ഒക്കെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ സിവിൽ എഞ്ചിനീയേഴ്സ് ദാറ്റ് സ്പെഷ്യലൈസ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് വിൽ വർക്ക് വിത്ത് പ്ലാനിംഗ്, കൺസ്ട്രക്ഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആൻഡ് they will design and implement the infrastructures that deals with the transportation in order to provide a safe, comfortable, convenient and economical and environmentally compatible mode of transport. Okay, so നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്രോപ്പർ പ്ലാനിങ്, കൺസ്ട്രക്ഷൻ, ദെൻ മാനേജ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു സേഫ് ആയിട്ടുള്ള ഒരു പീപ്പിൾസിന് സേഫ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഗുഡ് കംഫോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ദെൻ കൺവീനിയന്റ് ആൻഡ് എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റലി കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുകയും ദെൻ അതിനെ മാനേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ഏതൊക്കെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ആണുള്ളത്? ഫസ്റ്റ് വൺ ആണ് റോഡ് വേസ്. ഓക്കെ, റോഡ് വേസ് ഉണ്ട്, ദെൻ റെയിൽവേസ് ഉണ്ട്, ദെൻ വാട്ടർ വേസ് ഉണ്ട്, എയർവേസ് ഉണ്ട്, ദെൻ പൈപ്പ് ലൈൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് വേരിയസ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാണ്? റോഡ് വേസ്, റെയിൽവേസ്, ദെൻ വാട്ടർ വേസ്, എയർവേസ് ആൻഡ് പൈപ്പ് ലൈൻസ്. ഓക്കെ, these are the different modes of transport. And role of transportation in national development. Okay, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് നാഷണൽ ഡെവലപ്മെന്റിന് കാരണമാകുന്നത്? അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് മാസ് പ്രൊഡക്ഷൻ. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്ത, ഒരു ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താണ് വേറൊരു ഏരിയയിലോട്ട് നമുക്ക് കൊണ്ടുപോയി അതിനെ മാർക്കറ്റിൽ കൊണ്ട് എത്തിക്കണമെങ്കിൽ എന്താണ് നമുക്ക് എന്ത് വേണം? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വേണം. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ എന്താണ്? പ്രൊഡക്ഷൻ കൂടും. ഓക്കെ, പ്രൊഡക്ഷൻ കൂടി കഴിയുമ്പോൾ എന്താണ്? നമ്മുടെ പ്രോഫിറ്റ് കൂടും. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള മണി കൂടും. ഓക്കെ, then the time utility of goods. Next one ആണ് time utility of goods and place utility of goods. Okay, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ടൈമില്, ഇന്ന ടൈമില് വേണ്ട, നാളെ വേണ്ട ഒരു ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ എത്തിച്ചില്ലെങ്കിൽ, ഓക്കെ, നാളത്തേന് മുമ്പ് എത്തിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഗുഡ്സും കൊണ്ട് യാതൊരു യൂസ്ഫുള്ളും ഉണ്ടാവില്ല. ഓക്കെ, യൂസസും ഉണ്ടാവില്ല. സോ അതെന്താണ്? സോ ടൈമിനനുസരിച്ച്, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമാണ്? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ഗുഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ടൈമില് ആ ഗുഡ്സ് അവിടെ എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ പ്ലേസ്. ഓക്കെ, പ്ലേസ് യൂട്ടിലിറ്റി ഓഫ് ഗുഡ്സ്. ഓക്കെ, സോ അത് പറയുന്നത് എന്താണ്? ഇപ്പം വേറൊരു സ്ഥലത്ത്, ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വന്ന പച്ചക്കറി എടുക്കുകയെന്ന് വെച്ചോ, അപ്പം തമിഴ്നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പച്ചക്കറി കേരളത്തിൽ ആവശ്യമാണ്. ഓക്കെ, സോ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഗുഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? അതിനെ പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലത്തുനിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആവശ്യമാണ്. ഓക്കെ, ദെൻ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, സോ നാച്ചുറൽ റിസോഴ്സസ് ചില ലൊക്കേഷൻസിലൊക്കെ ആയിരിക്കും
ഇതിന് വേണ്ട ഈ പ്രോഡക്ട്സ് ഗുഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട റിസോഴ്സസ് ഒക്കെ കാണുള്ളൂ. സോ അവിടെ നിന്ന് നമുക്ക് നാച്ചുറൽ റിസോഴ്സസിനെ കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ പ്രിസർവേഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ്. ഓക്കെ, ക്വാളിറ്റി ഓഫ് ഗുഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ആവശ്യമാണ്. ഓക്കെ, സോ എന്താണ്, എങ്ങനെയാണ് ഇപ്പം നമ്മൾ പച്ചക്കറി ഉണ്ടാക്കി, പച്ചക്കറി പ്രൊഡ്യൂസ് ചെയ്തു. സോ വെജിറ്റബിൾസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ ഒരു നെക്സ്റ്റ് വീക്കിൽ നമ്മൾ അത് കൊണ്ടുപോയി മാർക്കറ്റിൽ എത്തിക്കുവാണെങ്കിൽ എന്താണ്, അത് ഫുള്ളി ഡാമേജ്ഡ് ആവും. ഓക്കെ, സോ നമുക്കതിനെ പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ ഗുഡ് ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു വീക്കൊക്കെ എടുത്തിട്ടാണ് അത് മാർക്കറ്റിൽ എത്തിക്കുന്നെങ്കിൽ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. ഓക്കെ, സോ ഇത് ക്വാളിറ്റി ഒരു ഇമ്പോർട്ടന്റ് ആണ്. സോ ക്വാളിറ്റി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. ഓക്കെ, ദെൻ അഗ്രികൾച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ന്യൂ മാർക്കറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ദെൻ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ അർബണൈസേഷൻ, ദെൻ ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് നീഡ്സിന്, ദെൻ എക്കണോമിക് ഗ്രോത്തിന്, ഇതെല്ലാം ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ് ഓർ ഹൈവേസ്. ഓക്കെ, റോഡ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് ഇനി നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് റൂറൽ വേഴ്സസ് അർബൻ. ഓക്കെ, റൂറൽ റോഡ്സ് ഉണ്ട്, അർബൻ റോഡ്സ് ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രീഡോമിനന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ അഡ്ജസന്റ് ലാൻഡ് യൂസ്. ഓക്കെ, നമുക്ക് റോഡ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ലാൻഡ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് റൂറൽ ഓർ അർബൻ റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞതാണ് ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ ഓഫ് ലൊക്കേഷൻ. ഓക്കെ, ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ ആൻഡ് ലൊക്കേഷൻ അനുസരിച്ച് അതിനെ റൂറൽ എന്നും അർബൻ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ ആൻഡ് ലൊക്കേഷൻ, ഫങ്ഷൻ അനുസരിച്ച് ദെൻ ലൊക്കേഷൻ അനുസരിച്ചും അതിനെ റൂറൽ എന്നും അർബൻ റോഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ട്രാഫിക് ഫ്ലോയ്ക്ക് അനുസരിച്ച് എന്താണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ലോ ട്രാഫിക്, മീഡിയം ട്രാഫിക്, ദെൻ ഹെവി ട്രാഫിക് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാരേജ് വേ ഓർ സർഫസിനനുസരിച്ച് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, പേവ്ഡ് സർഫസ്, അൺപേവ്ഡ് സർഫസ്. കാരേജ് വേക്ക് അനുസരിച്ച് എന്താണ് പേവ്ഡ് സർഫസ്, ദെൻ അൺപേവ്ഡ് സർഫസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. ദെൻ അൺസ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് എന്താണ്, സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് ഓൾ വെതേർഡ് റോക്സ് ഉണ്ട്, ഫെയർ വെതേർഡ് റോക്സ് ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ വേരിയസ് ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ് പറയുന്നതാണ് ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ ആൻഡ് ലൊക്കേഷൻ അനുസരിച്ച് റൂറൽ റോഡ്സ് ഉണ്ട്, അർബൻ റോഡ്സ് ഉണ്ട്. ദെൻ ട്രാഫിക് ഫ്ലോയ്ക്ക് അനുസരിച്ച് എന്താണ്, ലോ ട്രാഫിക് ഉണ്ട്, മീഡിയം ട്രാഫിക് ഉണ്ട്, ദെൻ ഹെവി ട്രാഫിക് ഉണ്ട്. ഓക്കെ, ദെൻ കാരേജ് വേ ഓർ സർഫസിനനുസരിച്ച് പേവ്ഡ് സർഫസ്, അൺപേവ്ഡ് സർഫസ്. ഓക്കെ, ദെൻ അൺസ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് ഓൾ വെതേർഡ് റോക്സ്, ഫെയർ വെതേർഡ് റോക്സ്. ഇത്രയാണ് റോഡിന്റെ മേജർ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഓൾ വെതേർഡ് റോക്സ് ആണ് ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, ഓൾ വെതേർഡ് റോക്സ് എന്ന് പറയുന്നത് എന്താണ്, ദോസ് റോഡ്സ് വിച്ച് ആർ നെഗോഷ്യബിൾ ഡ്യൂറിങ് ഓൾ വെതേഴ്സ്. ഓക്കെ, എല്ലാ വെതർ കണ്ടീഷൻസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റോഡ്സിനെയാണ് ഓൾ വെതേർഡ് റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏത് കണ്ടീഷൻ, ഏത് സീസണിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റോഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓൾ വെതേർഡ് റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഫെയർ വെതേർഡ് റോക്സ്. ഓക്കെ, ഓൾ വെതേർഡ് റോക്സ് എന്താന്ന് പറഞ്ഞു. ദെൻ ഫെയർ വെതേർഡ് റോഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ചില സീസൺസിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ എന്താണ്, ഒരു എന്താണ് റിവറിന് അക്രോസ് ആയിട്ട് നമ്മളൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ദ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നു, അതിനനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്, അവിടെ വാട്ടർ ലെവല് കൂടുന്നതിനനുസരിച്ച് ഈ റോഡ് വന്ന് എന്താണ് റോഡിൽ വാട്ടർ വന്ന് ഫില്ല് ചെയ്യും. സോ ആ കണ്ടീഷൻ, ആ സീസൺസിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റാതാവും. ഓക്കെ, സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് റോഡ്സിനെയാണ് ഫെയർ വെതേർഡ് റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾ വെതേർഡ് റോക്സ് ഉണ്ട്, ദെൻ ഫെയർ വെതേർഡ് റോഡ്സ് ഉണ്ട്. ഓക്കെ, ഓൾ വെതേർഡ് റോഡ്സ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ സീസൺസിലും നമുക്ക് എല്ലാ കണ്ടീഷനിലും എല്ലാ സീസൺസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റോഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓൾ വെതേർഡ് റോഡ്സ് എന്ന് പറയുന്നത്. ദെൻ എല്ലാ വെതേർഡ് കണ്ടീഷൻസിലും യൂസ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് റോഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫെയർ വെതേർഡ് റോഡ്സ് എന്ന് പറയുന്നത്. ദെൻ
ദ റോഡ്സ് വിച്ച് ആർ നെഗോഷ്യബിൾ ഓൺലി ഡ്യൂറിങ് എ ഫെയർ വെതർ, അതായത് ചില വെതറിംഗ് കണ്ടീഷൻസിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റോഡ്സ് ആണ് ഫെയർ വെതർ റോഡ്സ്. ഓക്കെ, ദെൻ പേവ്ഡ് സർഫസ് റോഡ്സ് ആൻഡ് അൺപേവ്ഡ് സർഫസ് റോഡ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പേവ്ഡ് ഓർ സർഫസ്ഡ് റോഡ്സ്. പേവ്ഡ് ഓർ സർഫസ്ഡ് റോഡ്സ്. ഓക്കെ, സോ പേവ്ഡ് ഓർ സർഫസ്ഡ് റോഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൊവൈഡഡ് വിത്ത് എ ഹാർഡ് പേയ്മെന്റ് കോഴ്സ് ലൈക്ക് എ കോൺക്രീറ്റ് ഓർ ബിറ്റുമിനസ് സർഫസ്. സോ എന്താണ്? കോൺക്രീറ്റ് ഓർ ബിറ്റുമിനസ് സർഫസ് വെച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടൈപ്സ് ഓഫ് റോഡ്സിനെയാണ് പേവ്ഡ് ഓർ സർഫസ്ഡ് റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് പേവ്ഡ് ഓർ സർഫസ്ഡ് റോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺക്രീറ്റ് ഓർ ബിറ്റുമിനസ് പേയ്മെന്റ്സ്, കോൺക്രീറ്റ് ഓർ ബിറ്റുമിനസ് സർഫസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് റോഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പേവ്ഡ് ഓർ സർഫസ്ഡ് റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് അൺപേവ്ഡ് ഓർ അൺസർഫസ്ഡ് റോഡ്സ്. അൺപേവ്ഡ് അല്ലെങ്കിൽ എന്താണ്? അൺസർഫസ്ഡ് റോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ഹാർഡ് സർഫസ്, എക്സാമ്പിൾ എർത്തൺ റോഡ്സ്, ഗ്രാവൽ റോഡ്സ്. ഓക്കെ, സോ അവിടെ എന്താണ്? കോൺക്രീറ്റ് ഓർ ബിറ്റുമിനസ് ലെയേഴ്സ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, കോൺക്രീറ്റ് ഓർ ബിറ്റുമിനസ് സർഫസ് യൂസ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് റോഡ്സിനെ ആയിരിക്കും അൺപേവ്ഡ് ഓർ അൺസർഫസ്ഡ് റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? എർത്തൺ റോഡ്സ്. ഓക്കെ, എർത്ത് റോഡ്സ് ഓർ ഗ്രാവൽ റോഡ്സ് ഒക്കെയാണ് അൺപേവ്ഡ് ഓർ അൺസർഫസ്ഡ് റോഡ്സിന് എക്സാമ്പിൾ. ഓക്കെ, സോ നമ്മൾ ഇതിൽ എന്താണ് പറഞ്ഞു? ഓൾ വെതേർഡ് റോഡ്സ് പറഞ്ഞു. സോ എല്ലാ വെതറിംഗ് കണ്ടീഷൻസിലും എല്ലാ സീസൺസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റോഡ്സിനെയാണ് ഓൾ വെതേർഡ് റോഡ്സ് എന്ന് പറയുന്നത്. ഫെയർ വെതേർഡ് റോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ഫേവറബിൾ കണ്ടീഷൻസിൽ മാത്രം, ഫേവറബിൾ വെതറിംഗ് കണ്ടീഷൻസിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റോഡ്സ് ആണ് ഫെയർ വെതേർഡ് റോഡ്സ്. ദെൻ പേവ്ഡ് ഓർ സർഫസ്ഡ് റോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺക്രീറ്റ് ഓർ ബിറ്റുമിനസ് സർഫസ് ഉള്ള ടൈപ്പ് ഓഫ് റോഡ്സിനെ ആയിരിക്കും, ഹാർഡ് ലെയർ ഓഫ് റോഡ്സിനെ ആയിരിക്കും പേയ്മെന്റ്സിനെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? പേവ്ഡ് ഓർ സർഫസ്ഡ് റോഡ്സ് എന്ന് പറഞ്ഞാൽ. അൺപേവ്ഡ് ഓർ അൺസർഫസ്ഡ് റോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു കോൺക്രീറ്റ് ഓർ ബിറ്റുമിനസ് സർഫസ് കാണില്ല, ഹാർഡ് ലെയർ കാണില്ല. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് എർത്ത് റോഡ്സ് ഓർ ഗ്രാവൽ റോഡ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഹൈവേ. ഓക്കെ, റൂറൽ ഹൈവേസ് ആൻഡ് അർബൻ ഹൈവേസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നതാണ് റൂറൽ ഹൈവേസ് ഓർ അർബൻ ഹൈവേസ്. ഓക്കെ, സോ റൂറൽ ഹൈവേസിൽ വരുന്നത് ഏതൊക്കെയാണ്? നാഷണൽ ഹൈവേ വരും, സ്റ്റേറ്റ് ഹൈവേ വരും, മേജർ ഡിസ്ട്രിക്ട് റോഡ് വരും, ദെൻ അതർ ഡിസ്ട്രിക്ട് റോഡ് വരും, വില്ലേജ് റോഡ്സ് വരും. ഓക്കെ, സോ റൂറൽ ഹൈവേസിൽ ഏതൊക്കെയാണ് വരുന്നത്? റൂറൽ ഹൈവേസ് ഉണ്ട്, അർബൻ ഹൈവേസും ഉണ്ട്. ഓക്കെ, റൂറൽ ഹൈവേസിൽ ഏതൊക്കെയാണ് വരുന്നത്? ദാറ്റ് ഈസ് നാഷണൽ ഹൈവേസ്, ദെൻ സ്റ്റേറ്റ് ഹൈവേസ്, ഡിസ്ട്രിക്ട് മേജർ ഡിസ്ട്രിക്ട് റോഡ്സ്, ദെൻ അതർ ഡിസ്ട്രിക്ട് റോഡ്സ്, ദെൻ വില്ലേജ് റോഡ്സ് ഒക്കെ ഏതിൽ വരുന്നതായിരിക്കും? റൂറൽ ഹൈവേസിൽ വരുന്നതായിരിക്കും. ഓക്കെ, ദെൻ അർബൻ ഹൈവേസിൽ വരുന്നതായിരിക്കും എന്താ? ആർട്ടീരിയൽ റോഡ്സ്, സബ് ആർട്ടീരിയൽ റോഡ്സ്, കളക്ടർ സ്ട്രീറ്റ്സ്, ലോക്കൽ സ്ട്രീറ്റ്സ്. ഓക്കെ, ആർട്ടീരിയൽ റോഡ്സ്, സബ് ആർട്ടീരിയൽ റോഡ്സ്, ദെൻ കളക്ടർ സ്ട്രീറ്റ്സ്, ലോക്കൽ സ്ട്രീറ്റ്സ്. ഓക്കെ, സോ ഇതിന്റെ ഫിഗേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്കിനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ നാഷണൽ ഹൈവേസ്. ഓക്കെ, നാഷണൽ ഹൈവേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നാഷണൽ ഹൈവേസ് എന്ന് പറഞ്ഞാൽ ദ റോഡ് വിച്ച് ഈസ് കണക്ടിങ് ഡിഫറെന്റ് നേഷൻസ്. ഓക്കെ, ഡിഫറെന്റ് കൺട്രീസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റോഡ്സിനെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നാഷണൽ ഹൈവേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നമുക്ക് റെപ്രസെന്റ് NH1 NH2 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നാഷണൽ ഹൈവേസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നാഷണൽ ഹൈവേസ് ദാറ്റ് ഈസ് NH. ഓക്കെ, നാഷണൽ ഹൈവേസിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? NH. ഓക്കെ, the major roads spanning in the length and the breadth of the country. Okay, and connects the capitals to the various state capitals of the country or within the neighboring countries. So എന്താണ്? neighboring countries നെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ്? connects the capitals to the various state capitals of the country. So ഒരു കൺട്രിയുടെ ഉള്ളിൽ തന്നെ എന്താണ്? വേരിയസ് സ്റ്റേറ്റ് ക്യാപിറ്റൽസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ്? നെയ്ബറിംഗ് കൺട്രീസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേസ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് സ്പാനിങ് ഇൻ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ കൺട്രി. ഓക്കെ, ഇറ്റ് സ്പാനിങ് അറൌണ്ട് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ കൺട്രി. അതിനെയാണ് നാഷണൽ ഹൈവേസ് എന്ന് പറയുന്നത്. ദെൻ ദേ ഓൾസോ കണക്ട്സ് ദ ഫേമസ് ടൂറിസം പ്ലേസ് ഓഫ് ദ കൺട്രി. ഓക്കെ, ഫേമസ് ആയിട്ടുള്ള ടൂറിസം പ്ലേസസിനെയൊക്കെ കണക്ട് ചെയ്യുന്ന റോഡ്സിനെ ആയിരിക്കും നാഷണൽ ഹൈവേസ് എന്ന് പറയുന്നത്. Then national highways are numbered
ആൻഡ് റിട്ടൺ ആസ് NH1 then NH2 എന്നൊക്കെ ആയിരിക്കും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. Then they have the highest design specification. So നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണ് ഹയസ്റ്റ് ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ആയിരിക്കും നാഷണൽ ഹൈവേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് നാഷണൽ ഹൈവേക്കകത്ത് എന്താണ് നമ്മൾ പറഞ്ഞത്, മേജർ അതായത് ഒരു കൺട്രിയിൽ വേരിയസ് സ്റ്റേറ്റ് ക്യാപിറ്റൽസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ അതുപോലെ തന്നെ ഡിഫറെന്റ് കൺട്രീസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാഷണൽ ഹൈവേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, NH1 NH2 എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ വേരിയസ് ടൂറിസം പ്ലേസസിനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേസ് യൂസ് ചെയ്യുക. ദെൻ അതിന് ഹയസ്റ്റ് ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും ഈ നാഷണൽ ഹൈവേസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, so next one is the state highways that is represented as SH. okay, state highways നെ എങ്ങനെയാണ് പറയുന്നത്, SH. okay, state highways എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെന്റ് സ്റ്റേറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി, that is roads which connects the state capitals to other states and to the district headquarters in the state. so എന്തിനെയൊക്കെ കണക്ട് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ക്യാപിറ്റൽസ്. okay, the roads which is connects the state capital to the other states. okay, state capitals to the other state and to the district headquarters in the state. okay, district headquarters നെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, then state capitals to the other state നെ തമ്മിൽ കണക്ട് ചെയ്യുന്നതുമാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറയുന്നത്. okay, they have the design specification similar to that of the national highways because they carry enough traffic. okay, state highways ലാർജ് നമ്പർ ഓഫ് വോളിയം ഓഫ് ട്രാഫിക് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് അതും എന്താണ് നാഷണൽ ഹൈവേസ് പോലെ തന്നെ ആയിരിക്കും ഡിസൈൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഹൈ ആയിട്ടുള്ള ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത് നാഷണൽ സ്റ്റേറ്റ് ഹൈവേസിൽ. ഓക്കെ, സോ ദ സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറഞ്ഞാൽ റോഡ്സ് വിച്ച് കണക്ട്സ്, ഏതിനെയൊക്കെ കണക്ട് ചെയ്യുന്ന റോഡായിരിക്കും, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ക്യാപിറ്റൽ ടു ദ അതർ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾസോ ദ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ദ സ്റ്റേറ്റ്. ഓക്കെ, ഇതായിരിക്കും അങ്ങനെയുള്ള റോഡ്സിനെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറയുന്നത്. സോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് SH. ഓക്കെ, ദെൻ അത് എന്താണ് നാഷണൽ ഹൈവേസിന്റെ സെയിം ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും സ്റ്റേറ്റ് ഹൈവേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് മേജർ ഡിസ്ട്രിക്ട് റോഡ്സ്. സോ ഡിസ്ട്രിക്ട് റോഡ്സിനെ തമ്മിൽ തന്നെ രണ്ടായിട്ട് ക്ലാസ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് മേജർ ഡിസ്ട്രിക്ട് റോഡ്സും അതർ ഡിസ്ട്രിക്ട് റോഡ്സും. ഓക്കെ, സോ മേജർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മേജർ ഡിസ്ട്രിക്ട് റോഡ്സ് ദാറ്റ് ഈസ് ദ റോഡ്സ് കണക്ട്സ് ദ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ടു ദ മെയിൻ ടൗൺ. ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ടു ദ മെയിൻ ടൗണിനെ കണക്ട് ചെയ്യുന്ന റോഡ്സിനെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, മേജർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, and the roads connects the district headquarters to the main town centers in the district and to the headquarters to the other districts. okay, അതിനെ ആ ടൈപ്പ് റോഡിനെയാണ് എന്തെന്ന് പറയുന്നത്, മേജർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ മേജർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറഞ്ഞാൽ ദ റോഡ്സ് വിച്ച് കണക്ട്സ് ദ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ടു ദ മെയിൻ ടൗൺ സെന്റേഴ്സ് ആൻഡ് ഓൾസോ within a district and also the headquarters of the other districts. okay, അതിന് ആ ടൈപ്പ് ഓഫ് റോഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, മേജർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറയുന്നത്. then they also connects these major town centers to the other states. okay, major town centers to the other state. so ഇത് ഓൾസോ കണക്ട് ഏതിനെയൊക്കെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്, മേജർ ടൗൺ സെന്റേഴ്സിനെ അതർ സ്റ്റേറ്റ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, okay, then they have a lower design specification as compared to national highway and state highway. okay, national highway and state highway നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലോവർ ഡിസൈൻ സ്പെസിഫിക്കേഷൻ ആയിരിക്കും മേജർ ഡിസ്ട്രിക്ട് റോഡ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. സോ മേജർ ഡിസ്ട്രിക്ട് റോഡ്സ് ഏതൊക്കെ ഏരിയാസിനെ കണക്ട് ചെയ്യുന്നതായിരിക്കും, ദാറ്റ് ഈസ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ടു ദ മെയിൻ ടൗൺ സെന്റർ ഇൻ ദ ഡിസ്ട്രിക്റ്റും പിന്നെ അതുപോലെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദ അതർ ഡിസ്ട്രിക്ട്സിനെ നമ്മൾ കണക്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ അതുപോലെ തന്നെ ടൗൺ സെന്റേഴ്സ് ടു ദ അതർ സ്റ്റേറ്റ്സിനെ കണക്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ അതുപോലെ തന്നെ അതിന്റെ ഡിസൈൻ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നാഷണൽ ഹൈവേസ് ആൻഡ് സ്റ്റേറ്റ് ഹൈവേസിനേക്കാളും ലോവർ ആയിട്ടുള്ള ഡിസൈൻ സ്പെസിഫിക്കേഷൻ മേജർ ഡിസ്ട്രിക്ട് റോഡ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് അതർ ഡിസ്ട്രിക്ട് റോഡ്സ്, ODR. ഓക്കെ, അതർ ഡിസ്ട്രിക്ട് റോഡ്സ്. സോ these roads connects the rural areas town centers to the major district roads of the higher importance. okay, so എന്താണ് പറഞ്ഞിരിക്കുന്നത്, other district roads ഏതിനൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്, this roads connects the rural area town centersനെ to the major district roads of high importance. so okay, so the
റൂറൽ ഏരിയാസ് ഓഫ് ടൗൺ സെന്റേഴ്സിനെ മേജർ ഡിസ്ട്രിക്ട് റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും അതർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറയുന്നത്. സോ ദ റൂറൽ ഏരിയാസ് ടൗൺ സെന്റേഴ്സ് ടു ദ മേജർ ഡിസ്ട്രിക്ട് റോഡ് ഓഫ് ഹയർ ഇമ്പോർട്ടൻസ്, അതിനെ കണക്ട് ചെയ്യുന്ന റോഡിനെ ആയിരിക്കും അതർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then they provides the facility of the transportation of raw materials or the goods mainly of agriculture products from the rural towns to the higher markets and vice versa. So ഈ അതർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ എന്താണ് റോ മെറ്റീരിയൽസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി, നമുക്ക് ഒരു ഗുഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് അഗ്രികൾച്ചർ പ്രോഡക്ട്സിനെ റൂറൽ ടൗൺസിൽ നിന്ന് എങ്ങോട്ടാണ് ഹയർ മാർക്കറ്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് അതർ ഡിസ്ട്രിക്ട് റോഡ്സ്. ഓക്കെ, അതിന്റെ ഫങ്ഷൻസ്. സോ എന്താണ് അതർ ഡിസ്ട്രിക്ട് റോഡ്സ് ഏതിനെയൊക്കെ കണക്ട് ചെയ്യുന്നതാണ്? ദാറ്റ് ഈസ് റൂറൽ ഏരിയ ടൗൺ സെന്റേഴ്സ് ടു ദ മേജർ ഡിസ്ട്രിക്ട് റോഡ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും എന്നു പറയുന്നത് അതർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ എന്താണ് റോ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, ദെൻ അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിനെ റൂറൽ ടൗൺസിൽ നിന്ന് എന്താണ് ഹയർ മാർക്കറ്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് എന്ത് യൂസ് ചെയ്യുന്നത്? അതർ ഡിസ്ട്രിക്ട് റോഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് വില്ലേജ് റോഡ്സ്. ഓക്കെ, വില്ലേജ് റോഡ്സ്. സോ വില്ലേജ് റോഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് റോഡ്സ് കണക്ട്സ് ദ റൂറൽ വില്ലേജ് വിത്ത് വൺ അനദർ ടു ദ നിയറസ്റ്റ് higher level roads or to the nearest town centers. Okay, so എന്താണ് പറഞ്ഞത്? So these roads connects the rural village with the one another and to the nearest higher level roads to the nearest town centers. Okay, so these roads connects the rural villages നെ with the one another, rural villages നെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ റൂറൽ വില്ലേജസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് and to the nearest higher level roads or the nearest town centers ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിയറസ്റ്റ് ഹയർ ലെവൽ ഓഫ് റോഡ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വില്ലേജ് റോഡ്സ് യൂസ് ചെയ്യുന്നത്. സോ ഡിഫറെന്റ് വില്ലേജസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലേജ് റോഡ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് ആൻഡ് ഓൾസോ നിയറസ്റ്റ് ലെവൽ റോഡ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിയറസ്റ്റ് ടൗൺ സെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വില്ലേജ് റോഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then they have a lower design specification and many of them are even metalled. Okay, so they have a lower design specification. So അതിന് lower design specification ആയിരിക്കും. Okay, lower design specification ആയിരിക്കും. Okay, so എന്താണ് എർത്ത് റോഡ്സ് അതൊക്കെ വരുന്നതാണ് ഇതിൽ വരുന്ന വില്ലേജ് റോഡ്സിൽ വരുന്നത്. സോ ഇത്രയാണ് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് റൂറൽ ഹൈവേസിനെ കുറിച്ച് പറഞ്ഞത്, റൂറൽ റോഡ്സിനെ കുറിച്ച് പറയുന്നതാണ് ഇത്രയും. ഓക്കെ, സോ ഏതൊക്കെയാണ് നമ്മൾ നോക്കിയത്? നാഷണൽ ഹൈവേ ഫസ്റ്റ് നമ്മൾ നോക്കിയതാണ്. സോ റൂറൽ ഹൈവേസിൽ വരുന്നതാണ് നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, മേജർ ഡിസ്ട്രിക്ട് റോഡ്, ദെൻ അതർ ഡിസ്ട്രിക്ട് റോഡ് ആൻഡ് വില്ലേജ് റോഡ്സ്. ദെൻ അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കിയതാണ് നാഷണൽ ഹൈവേസ്, ഡിഫറെന്റ് നേഷൻസിന് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി. സോ ദ ഡിഫറെന്റ് നേഷൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് കൺട്രീസിന് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർ ദ ക്യാപിറ്റൽ ഓഫ് ദ വേരിയസ് സ്റ്റേറ്റ് ക്യാപിറ്റൽസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർ ആൻഡ് ടൂറിസം ഇമ്പോർട്ടന്റ് ടൂറിസം പ്ലേസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നാഷണൽ ഹൈവേസ്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് NH1, NH2 ലൈക്ക് ദാറ്റ്. ആൻഡ് ഹയർ ഡിസൈൻ സ്പെസിഫിക്കേഷൻ ആണ് നാഷണൽ ഹൈവേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് ഹൈവേ ആയിരുന്നു നമ്മൾ നോക്കിയത്. സ്റ്റേറ്റ് ഹൈവേയിൽ എന്താണ് നോക്കിയത്? ദാറ്റ് ഈസ് സ്റ്റേറ്റ് ക്യാപിറ്റൽസ് ടു ദ അതർ സ്റ്റേറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റോഡ്സ് ആണ് സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറയുന്നത്. ദെൻ ആൻഡ് ടു ദ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിനെ അതർ സ്റ്റേറ്റ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ദ സ്റ്റേറ്റ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? സ്റ്റേറ്റ് ഹൈവേസ് യൂസ് ചെയ്യും. ദെൻ അതിന് ഹയർ സ്പെസിഫിക്കേഷൻ ആണ്, ദാറ്റ് ഈസ് നാഷണൽ ഹൈവേയുടെ സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കിയതാണ് മേജർ ഡിസ്ട്രിക്ട് റോഡ്സ്. സോ മേജർ ഡിസ്ട്രിക്ട് റോഡ്സിൽ എന്താണ് പറഞ്ഞത്? ഇറ്റ് കണക്ട്സ് ദ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ടു ദ മെയിൻ ടൗൺ സെന്റേഴ്സ് ആൻഡ് ഓൾസോ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ അതർ ഡിസ്ട്രിക്ട്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഓൾസോ it connects the major town centers to the other states. Major town centers to the other states ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ ഇത് NH-നേക്കാളും SH-നേക്കാളും ലോവർ ആയിട്ടുള്ള ഡിസൈൻ സ്പെസിഫിക്കേഷൻ മതി മേജർ ഡിസ്ട്രിക്ട് റോഡ്സിന്.
ദെൻ നമ്മൾ നോക്കിയതായിരുന്നു അതർ ഡിസ്ട്രിക്ട് റോഡ്സ്. സോ അതർ ഡിസ്ട്രിക്ട് റോഡ്സിൽ എന്താണ് പറഞ്ഞത്, ഇത് എന്തിനെയൊക്കെ കണക്ട് ചെയ്യുന്ന ഏരിയ ആണ്, ദാറ്റ് ഈസ് റൂറൽ റോഡ്സ് ടൗൺ സെന്റേഴ്സ് ടു ദ മേജർ ഡിസ്ട്രിക്ട് റോഡ്സിനെ കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റോഡ്സിനെയാണ് അതർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ എന്താണ് റോ മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട്, ദെൻ അഗ്രികൾച്ചർ പ്രോഡക്ട്സിനെ റൂറൽ ടൗൺസിൽ നിന്ന് ഹയർ മാർക്കറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറയുന്നത്. ദെൻ പിന്നീട് നമ്മൾ നോക്കിയതാണ് വില്ലേജ് റോഡ്സ്. ഓക്കെ, വില്ലേജ് റോഡ്സ് എന്നാ പറയുന്നത്, റൂറൽ വില്ലേജസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ ടു ദ നിയറസ്റ്റ് ഹയർ ലെവൽ റോഡ്സ് അല്ലെങ്കിൽ നിയറസ്റ്റ് ടൗൺ സെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോഡ്സിനെയാണ് വില്ലേജ് റോഡ്സ് എന്ന് പറയുന്നത്. ഡിസൈൻ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലോവർ ഡിസൈൻ സ്പെസിഫിക്കേഷൻ ആയിരിക്കും. ഓക്കെ, സോ എത്രയാണ് നമ്മൾ റൂറൽ ഹൈവേസിനെ കുറിച്ച് പഠിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അർബൻ ഹൈവേസിനെ കുറിച്ചാണ്. ഓക്കെ, അർബൻ ഹൈവേസ്. ഓക്കെ, സോ അർബൻ റോഡ്സിൽ എന്താണ് നമ്മൾ നോക്കുന്നത്, അർബൻ റോഡ്സിൽ ഫസ്റ്റ് വരുന്നതാണ് ആർട്ടീരിയൽ റോഡ്സ്. ഓക്കെ, ആർട്ടീരിയൽ റോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ട്രാഫിക് വോളിയം എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ഓക്കെ, ട്രാഫിക് വോളിയം കൂടുതലായിരിക്കും, അവിടെ ലോഡിംഗ് ഓർ അൺലോഡിംഗ് ഒന്നും സമ്മതിക്കില്ല. ഓക്കെ, സോ പെഡസ്ട്രിയൻസിന് ക്രോസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ക്രോസിംഗ് ലൈൻ ഒക്കെ കാണും. സോ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പിന്നെ ക്രോസ് ചെയ്യണമെങ്കിൽ എന്താണ് സിഗ്നൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും അവിടെ ട്രാഫിക് വോളിയത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് റോഡ്സിനെയാണ് ആർട്ടീരിയൽ റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആർട്ടീരിയൽ റോഡ്സ്, ദ റോഡ്സ് ലേഡ് ഇൻസൈഡ് ദ സിറ്റി ഓർ എ ടൗൺ ഫ്രം ദ മൂവ്മെന്റ് ഹൈ വോളിയം ഓഫ് ട്രാഫിക്. ഓക്കെ, സോ ഒരു സിറ്റിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ടൗണിന്റെ ഉള്ളിൽ ഉള്ള ടൈപ്പ് ഓഫ് റോഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ആർട്ടീരിയൽ റോഡ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റോഡ്സ് ലേഡ് ഇൻസൈഡ് ദ സിറ്റി ഓർ എ ടൗൺ ആൻഡ് വേർ ദ ഹൈ വോളിയം ഓഫ് ട്രാഫിക്. അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഹൈ വോളിയം ഓഫ് ട്രാഫിക് ആയിരിക്കും. ഓക്കെ, ദെൻ ആൻ ആർട്ടീരിയൽ റോഡ് ജോയിൻസ് ദ സെൻട്രൽ ബിസിനസ് പോയിന്റ് ടു ദ ഔട്ട്സൈഡ് റെസിഡൻഷ്യൽ ഏരിയ. സെൻട്രൽ ബിസിനസ് പോയിന്റ്സിനെ ഔട്ട്സൈഡ് റെസിഡൻഷ്യൽ ഏരിയാസുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് ആർട്ടീരിയൽ റോഡ്സ് എന്ന് പറയുന്നത്. സോ സെൻട്രൽ ബിസിനസ് പോയിന്റ്സിനെ റെസിഡൻഷ്യൽ ഏരിയാസുമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡ്സ് ആണ് ആർട്ടീരിയൽ റോഡ്സ്. ഓക്കെ, ദെൻ ആർട്ടീരിയൽ പ്രൊവൈഡ്സ് അസസ് ടു ദ ഹൈവേസ്. ഹൈവേസിലോട്ടുള്ള അസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആർട്ടീരിയൽ റോഡ്സ് എന്ന് പറയുന്നത്. ദെൻ പെഡസ്ട്രിയൻസ് ആർ അലൗഡ് ടു ക്രോസ് ദ റോഡ്സ് ഓൺലി അറ്റ് ഡെസിഗ്നേറ്റഡ് പെഡസ്ട്രിയൻ ക്രോസിംഗ്. സോ പെഡസ്ട്രിയൻസിനെ ക്രോസ് ചെയ്യണമെങ്കിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിലൂടെ മാത്രമേ പെഡസ്ട്രിയൻ ട്രാഫിക് മൂവ്മെന്റ് നടക്കുകയുള്ളൂ. ഓക്കെ, ദെൻ ദ ഫ്ലോ ഓഫ് ട്രാഫിക് ഈസ് കൺട്രോൾഡ് ബൈ ദ സിഗ്നലിംഗ് സിസ്റ്റം അറ്റ് ഇന്റർസെക്ഷൻസ് ആൻഡ് പാർക്കിംഗ് ഈസ് നോട്ട് അലൗഡ് ഓൺ ദ ആർട്ടീരിയൽ റോഡ്സ്. സോ പാർക്കിംഗ് അലൗഡ് അല്ല, ദെൻ ലോഡിംഗ് ഓർ അൺലോഡിംഗ് ഓഫ് ഗുഡ്സ് ഒന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ എന്താണ് സിഗ്നലിംഗ്, അതായത് ട്രാഫിക് ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്ന എങ്ങനെയായിരിക്കും, സിഗ്നൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, പെഡസ്ട്രിയൻ ട്രാഫിക്കിന് വേണ്ടിയിട്ട് അവിടെ ക്രോസിംഗ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ പിന്നെ എന്താണ് പറയുന്നത്, ഹൈവേസിലോട്ടുള്ള അക്സസ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ആർട്ടീരിയൽ റോഡ്സിനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയുന്നത്.